അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, മഹാനായ ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു അറിവ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. മഹാനവറുകൾ പറയുകയാണ്, മാമിൻ മയ്യിത്തിൻ യമൂത്തു, മരണത്തോട് അടുക്കുന്ന ഏതൊരു മനുഷ്യനും ഹത്താ യതറാഅ ലഹു മലക്കാനി അൽ കാത്തിബാനി, അവന് മുമ്പിൽ അവനോട് കൂടെയുള്ള രണ്ട് മലക്കുകളെയും കാണിക്കപ്പെടും. നമ്മളോട് കൂടെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളുണ്ടല്ലോ, ഈ മലക്കുകൾ മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവൻ്റെ മുമ്പിൽ കാണിക്കപ്പെടുമെന്ന് മഹാനായ ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. കാണിക്കപ്പെടുമെന്ന് മാത്രമല്ല, അവർ പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കും? ഒന്നുകിൽ നമുക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട്. അനുകൂലമായിട്ട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അവർ പറയുന്നത് ജസാക്കല്ലാഹു അന്ന ഖൈറ, ഞങ്ങളെ തൊട്ട് അല്ലാഹു തആല നിനക്ക് എല്ലാവിധ ഖൈറാത്തുകളും നൽകട്ടെ. കാരണം റുബ്ബ മജ്ലിസിൻ സിദ്ഖിൻ അജ്ലസ്തന, എത്രയെത്ര നല്ല നല്ല സ്ഥലങ്ങളിലാണ് ഞങ്ങളെ നീ കൊണ്ടുപോയിരുത്തിയത്, എത്രയെത്ര നല്ല സ്ഥലങ്ങളിലാണ് ഞങ്ങളെ നീ കൊണ്ടുപോയിരുത്തത്. ഇൽമിൻ്റെ മജ്ലിസിൽ, ദിക്റിൻ്റെ മജ്ലിസിൽ, സ്വലാത്തിൻ്റെ മജ്ലിസിൽ, നല്ല ആലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ ഒക്കെ ഞങ്ങളെ നീ കൊണ്ടുപോയി ഇരുത്തിയില്ലേ. അല്ലാഹു തആല നിനക്ക് നല്ല പ്രതിഫലം തരട്ടെ എന്നവർ പ്രാർത്ഥിക്കും. എന്നാൽ നമുക്കെതിരെ പ്രാർത്ഥിക്കും. എപ്പോഴാണെന്നറിയോ? റുബ്ബ മജ്ലിസിൻ സൂഇൻ അജ്ലസ്തന, എത്രയെത്ര മോശം സ്ഥലങ്ങളിലാണ് ഞങ്ങളെ നീ കൊണ്ടുപോയി ഇരുത്തിയത്. നിനക്ക് ഞങ്ങളെ തൊട്ട് അല്ലാഹു തആല ഒരു നന്മയും തരാതിരിക്കട്ടെ എന്ന് മലക്കുകൾ നമുക്കെതിരെ പ്രാർത്ഥിക്കും. എന്തുകൊണ്ട്? റുബ്ബ മജ്ലിസിൻ സൂഇൻ അജ്ലസ്തന, എത്രയെത്ര മോശം സ്ഥലങ്ങളിലാണ് ഞങ്ങളെ നീ കൊണ്ടുപോയി ഇരുത്തിയത്. ബഹുമാനികളെ, നമ്മൾ മോശമായ സ്ഥലങ്ങളിൽ പോയിരിക്കുമ്പോൾ, മോശമായ സദസ്സുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മലക്കുകളും നമ്മളോട് കൂടെ വരികയാണ്. അവർക്ക് വരാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുകയാണ് എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടാകണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ മോശമായ സ്ഥലങ്ങളിൽ, മോശമായ സദസ്സുകളിൽ പോയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മലക്കുകളും നമ്മളോട് കൂടെ വരേണ്ടി വരുന്നു. അപ്പോൾ മരിക്കുന്ന സമയത്ത് അവർ നമുക്കെതിരെ പ്രാർത്ഥിക്കും, ഞങ്ങളെ തൊട്ട് നിനക്കൊരു നന്മയും ലഭിക്കാതെ പോകട്ടെ. എന്തുകൊണ്ട്? എത്രയെത്ര മോശം സ്ഥലങ്ങളിലാണോ ഞങ്ങളെ നീ കൊണ്ടുപോയി ഇരുത്തിയത് എന്നവർ ചോദിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നല്ല നല്ല അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ എന്നോട് ഏൽപ്പിച്ചിരുന്നു. ചുമയാണ്, അതുപോലെ തന്നെ SSLC പരീക്ഷ അഭിമുഖീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. SSLC പരീക്ഷ അഭിമുഖീകരിക്കുന്ന ആ മോൾക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും എല്ലാം നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഉന്നതമായ വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.